അല്ല, നിർമ്മിത ബുദ്ധി നമ്മളിപ്പോഴുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സംഘം, അതായത് പന്തളത്ത് അയ്യപ്പന്റെ ജന്മം കൊണ്ട് പവിത്രമായിട്ടുള്ള പന്തളത്ത് ശബരിമല കർമ്മസമിതി സംഘടിപ്പിക്കുന്ന, വിവിധ ഹൈന്ദവ സംഘടനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശബരിമല സംരക്ഷണ സംഗമം, അത് ഭക്തജനങ്ങളും വിശ്വാസികളും ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് പ്രതിനിധി സമ്മേളനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും അയ്യപ്പ ഭക്തന്മാരും വിശ്വാസികളും ആരോടൊപ്പമാണ് എന്ന് നിസ്സംശയം പ്രഖ്യാപിക്കുന്നതാണ് ഇന്ന് പന്തളത്ത് നടന്നിട്ടുള്ള ശബരിമല സംരക്ഷണ സംഘം. ഏതായാലും ഭക്തജനങ്ങൾ, അയ്യപ്പ ഭക്തന്മാരാവട്ടെ വിശ്വാസികളാവട്ടെ, അത് സംസ്ഥാന സർക്കാരിനോടൊപ്പമല്ല എന്ന് ഈ രണ്ട് സംഘവും വിലയിരുത്തുന്ന, വിശകലനം ചെയ്യുന്ന നിഷ്പക്ഷമതികളായിട്ടുള്ള ആർക്കും ബോധ്യപ്പെടും. സംസ്ഥാന സർക്കാരും അതേപോലെ ദേവസ്വവും സംയുക്തമായി സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം സമ്പൂർണമായ പരാജയമായിരുന്നു. വിശ്വാസികൾ അത് പൂർണ്ണമായും ബഹിഷ്കരിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതാ ഈ ശബരിമല കർമ്മസമിതിയും വിവിധ ഹൈന്ദവ സംഘടനകളും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പന്തളത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ശബരിമല സംരക്ഷണ സംഗമം ഭക്തജനങ്ങൾ വിശ്വാസികൾ ഏറ്റെടുത്ത് അത് വൻ വിജയമായി മാറ്റിയിരിക്കുകയാണ്. ഇനി പ്രതിനിധി സമ്മേളനത്തിൽ ഇതാണ് പങ്കാളിത്തമെങ്കിൽ ഇന്ന് വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ എന്തുമാത്രം പങ്കാളിത്തം ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇത് കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്ന് കാണുന്നത് നല്ലതാണ്. ദേവസ്വം മന്ത്രി വാസനും CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷും ഇതൊന്ന് കാണുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഇനി മുഖ്യമന്ത്രിക്ക് ചെയ്യാനുള്ളത് ഈ ശബരിമലയുടെ പവിത്രതയെ തകർക്കാൻ ശ്രമിച്ച ആചാരത്തെയും അനുഷ്ഠാനത്തെയും വിശ്വാസത്തെയും നഗ്നമായി ലംഘിക്കാൻ ശ്രമിച്ചതിന് അതിന് പ്രായശ്ചിത്തം എന്നുള്ള നിലയിൽ പരസ്യമായിട്ട് ഭക്തജനങ്ങളോട് മാപ്പ് പറയാനാണ് മുഖ്യമന്ത്രി തയ്യാറാകേണ്ടത്. മുഖ്യമന്ത്രി സംഘടിപ്പിച്ച, ഗവൺമെന്റ് സംഘടിപ്പിച്ച, CPM സംഘടിപ്പിച്ചിട്ടുള്ള ഈ ആഗോള അയ്യപ്പ സംഗമം അത് ഒരു രാഷ്ട്രീയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അത് പരിപൂർണമായി പരാജയപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു, പൊളിഞ്ഞ് പാളീസായിരിക്കുന്നു. ഇതാ ഇവിടെ വൻ വിജയമായി മാറിയിരിക്കുക. പ്രതിനിധികൾക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ല. ഒഴിഞ്ഞ കസേരയായിരുന്നു പമ്പയിൽ നിങ്ങൾ കണ്ടതെങ്കിൽ ഇവിടെ വിശ്വാസികൾക്കും ഭക്തന്മാർക്കും ഇരിക്കാൻ കസേര പോലും ഇല്ലാതായി തീർന്നിരിക്കും. ഞങ്ങളൊക്കെ പങ്കെടുത്തത് രാഷ്ട്രീയം നോക്കിയല്ല. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഭക്തന്മാരും വിശ്വാസികളും, ഞങ്ങളും അങ്ങനെയാണ് പങ്കെടുത്തിട്ടുള്ളത്. ഞങ്ങളെ ഈ കർമ്മസമിതി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി ഞങ്ങളൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. ഞങ്ങൾ വിശ്വാസികൾ എന്ന നിലയിൽ, ഭക്തന്മാർ എന്ന നിലയിൽ ഞങ്ങളിവിടെ പങ്കെടുക്കുന്നു.